പ്രിയ ദൈവമക്കളെ, നിങ്ങളേവരും ക്രിസ്മസിൻ്റെ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണെന്നറിയാം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പിറവിയുടെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. എല്ലാവരും ക്രിസ്മസ് വളരെ ഭംഗിയായി ആഘോഷിക്കുക. ഒരു റിക്വസ്റ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുൽക്കൂടിന് വേണ്ട സാധനങ്ങൾ, അതുമാതിരി തന്നെ വീട്ടിലേക്ക് വേണ്ട ആഹാര സാധനങ്ങൾ നമ്മൾ ആഘോഷങ്ങൾക്കായി ചിലവാക്കാനായിട്ട് ഒരു വലിയ സംഖ്യ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആഘോഷത്തിമിർപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന യേശുവിന് വേണ്ടിയിട്ട്, ആ ഉണ്ണീശോയ്ക്ക് വേണ്ടിയിട്ട്, ആ ബെത്ലഹേമിൽ ആ പുൽത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണീശോയെ പ്രതി നിങ്ങൾ വാങ്ങിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മുടെ പരിസരത്ത് സാധുക്കളായിട്ടുള്ള കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ളൊരു കുടുംബം ക്രിസ്മസ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് ഒരു കാര്യത്തിനും മക്കളെ സഹായിക്കാൻ അവർക്ക് അവരുടെ ആഘോഷത്തിന് പൈസ ഇല്ലാതെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആ കുഞ്ഞുമക്കളെയും ഒന്ന് നിങ്ങൾ കൂട്ടത്തിൽ ഓർക്കണേ. അതുപോലെ തന്നെ ആരോരുമില്ലാതെ അനാഥശാലകളിൽ തള്ളപ്പെട്ട കുറച്ച് ജീവിതങ്ങളുണ്ട്. അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഒരു എളിയ പങ്ക് ഈ ക്രിസ്മസിൽ നമ്മുടെ ബെത്ലഹേമിൽ ജനിച്ച ആ ഉണ്ണീശോവിനെ ഓർത്ത് നിങ്ങളവരെയും ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരും ക്രിസ്മസ് ആഘോഷിച്ചില്ലെങ്കിൽ അതൊരു ആഘോഷമായി തീരും എന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ മദ്യത്തിന് വലിയൊരു പൈസ നമ്മൾ ഈ ക്രിസ്മസൊക്കെ ആയിട്ട് ചിലവാക്കുന്നുണ്ട്. മദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ഞാൻ 100% ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. എങ്കിലും അത് കൂടിയേ തീരൂ എന്നുള്ളവർ ഒരു 1000 രൂപ അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി പൈസ അശരണായവർക്ക്, രോഗികൾക്ക്, അത് ഒരു നേരത്തെ മരുന്നിന് ഉണ്ണീശോവിനെ ഓർത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിലാണ് ക്രിസ്മസ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി. അത് ലോകത്ത് ഒരു ലോകത്തും ഒരു രാജ്യത്തും ഈ പറയുന്ന സമ്പന്നരായിട്ടുള്ള അമേരിക്കയിൽ പോലും നടക്കാത്തൊരു സ്വപ്നമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളത്. ദാരിദ്ര്യമില്ലാത്തൊരു ലോകം ഇനി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉണ്ണീശോയെ തന്നെ പുൽക്കൂട് തൊട്ടേ പുൽക്കുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു എന്ന് ആ വരികൾക്ക് അർത്ഥമില്ലാണ്ട് പോകും. ക്രിസ്തുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ജനനം തന്നെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അത് വലിയൊരു സത്യം. ക്രിസ്തു ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്നുള്ളതുണ്ടെങ്കിൽ നമുക്കും പുൽത്തൊഴുത്തിൽ ജനിക്കാം. നമുക്ക് ക്രിസ്തുവിനോട് കൂടെ നമുക്കും പുൽത്തൊഴുത്തിൽ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറും. നമ്മളും പുൽത്തൊഴുത്തിൽ ജീവിക്കുന്നു. അന്ന് മാലാഖന്മാർ വന്ന്, ആട്ടിടയന്മാർ വന്ന് ക്രിസ്തുവിനെ ആരാധിക്കുകയും സ്വർഗീയ ഗീതങ്ങൾ പാടുകയും ചെയ്തതുപോലെ നമുക്കും പാടാം. നമ്മുടെ കൂടെയുള്ളവരെ സഹായിച്ച് എത്ര ആൾക്കും മനസ്സുണ്ടാവും അങ്ങനെ ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യുന്ന ആർക്കും സാധിക്കാവുന്ന ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ തന്നെയല്ല, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തോർത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുമ്പോൾ സഹായിക്കണേ എല്ലാവരെയും. ഇത് ആഘോഷങ്ങളിൽ പറയാൻ പലരും മറന്നു പോകും. പക്ഷെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഓർത്ത് ചെയ്യാനും മനസ്സുണ്ടാവണേ.